ഹലോ, ഗുഡ് മോർണിംഗ്. ഗ്ലോറിയ വൈബിലേക്ക് സ്വാഗതം. നമ്മൾ ലോഡൊക്കെ ഇറക്കി. ഇന്നലെ ലോഡ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഡീറ്റെയിൽ കാണിക്കാതെ തന്നെ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങോട്ട് തന്നെയായിരുന്നു ലോഡ്. അപ്പോൾ ലോഡ് ഇറക്കുന്നതൊക്കെ നമ്മൾ കാണിച്ചായിരുന്നു. അപ്പോൾ അത് ഇനി ഇടണ്ടെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചായ കുടിക്കാനായിട്ട് വന്നതാണ്. നല്ല തണുപ്പാണ്. അപ്പോൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയും വലിയ ഗ്ലാസ്സിലാണ് ഇവിടുത്തെ ചായ. എന്തായാലും നല്ല സ്ട്രോങ് ചായ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കുടിച്ച് നമ്മൾ നടന്നപ്പോൾ അതേ അവിടെ ഒരു വലിയൊരു നേഴ്സറി കണ്ടു. ഒത്തിരി പൂക്കളൊക്കെ കണ്ടു. അപ്പോൾ എന്തായാലും ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് അവിടെ വണ്ടി കിടപ്പുണ്ട്. അതാണ് നമ്മുടെ വണ്ടി. വണ്ടീന്റെ അടുത്തൊന്നും അധികം ദൂരമൊന്നുമില്ല. അപ്പൊ നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം. റോഡൊന്ന് ക്രോസ് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക് ആണ്. എപ്പോഴും വണ്ടി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണ്. ആദ്യത്തെ സെക്ഷൻ തന്നെ ജമന്തിയാണ് കേട്ടോ. ജമന്തി, കുഞ്ഞ് ജമന്തി ഉണ്ട്, വെള്ള കളറില്, വെള്ള, മഞ്ഞ, ഒരു പിങ്ക് കളറിലൊക്കെ. അത് ഫസ്റ്റ് വെച്ചേക്കുന്നത്, ആ ഫ്രണ്ടിൽ തന്നെ വെച്ചേക്കുന്നത് ജമന്തിയാണ് കേട്ടോ. പല വലിപ്പത്തിലാണ്. ആദ്യം കുഞ്ഞത്, പിന്നെ പിന്നെ കുറച്ചും കൂടി വലിപ്പമുള്ളതാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പൊ ജമന്തിന്റെ റേറ്റ് വെച്ചപ്പോൾ 150 രൂപയാണ് അവർ പറഞ്ഞത്. അപ്പൊ ഇപ്പുറത്ത് നിൽക്കുന്ന ഈ ഒരു ഫ്ലവർ നല്ല രസമുണ്ട് കാണാൻ. ഇത് ജമന്തി തന്നെയാണ്. യെല്ലോയില് ഒരു ഗ്രീനും കൂടെ ചേർന്നിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ എല്ലാത്തിനും ജമന്തി ഐറ്റംസിനെല്ലാം 150 തന്നെയാണ്. അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ അവർ ക്ലീനിങ്ങിൻ്റെ ടൈമാണ് കേട്ടോ. നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ ക്ലീനിങ്ങിൻ്റെ ടൈമായിരുന്നു. അപ്പോൾ ചെടികൾ മാത്രമല്ല, ഇത് കണ്ട ഹാങ് ചെയ്ത് വെക്കുന്ന ആ ഒരു ടൈപ്പിലുള്ള ചെടികളുണ്ട്. അപ്പോൾ ചെടികൾ മാത്രമല്ല, അതിൻ്റെ കൂടകളൊക്കെ കിട്ടും. ഹാങ് ചെയ്ത് വിടാനുള്ള കൂടകളൊക്കെ കിട്ടും. ഇത് കണ്ടോ, ഇതൊരു പ്രത്യേകതരം, അതിൻ്റെ തണ്ടിന് തന്നെ ഒരു വെറൈറ്റി വരുന്ന കുറച്ച് ഐറ്റംസ് കണ്ടു. ഇവിടെ പൂച്ചെടികൾ മാത്രമല്ല കേട്ടോ, തൈമാവ്, അതുപോലെ തന്നെ 5 വർഷം കൂടുമ്പോൾ കായ്ക്കുന്ന തരത്തിലുള്ള കുറച്ച് തൈമാവ്, അതുപോലെ തന്നെ സപ്പോട്ട, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. അതിപ്പോൾ അതാ പൂത്തിട്ടുണ്ട്. ചിക്കുമൊക്കെ ഇതാ കായ്ച്ച് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ 5 വർഷം കൂടുമ്പോഴത്തേക്കും, 5 വർഷം ആകുമ്പോഴത്തേക്കും ഇതിലൊക്കെ കായ്ക്കാനായിട്ട് തുടങ്ങുന്നതാണ് ഇവർ പറഞ്ഞത്. അപ്പം മാവ് ഉണ്ട്, അതുപോലെ തന്നെ മാവൊക്കെ പൂത്തിട്ടുണ്ട് കേട്ടോ. നല്ല പൂത്ത് നിൽക്കുന്ന മാവാണ്. 5 വർഷമായിട്ടുള്ളൂ. അപ്പോഴത്തേക്കും ഇത് പൂക്കും എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അത് മാത്രമല്ല കായ്ച്ചിരിക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ തെങ്ങുണ്ട്, കവുങ്ങുണ്ട്, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസിലും 5 വർഷം കൊണ്ട് കായ്ക്കും പൂക്കും എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചെമ്പരത്തിയുടെ വ്യത്യസ്ത തരങ്ങൾ, റോസയും വ്യത്യസ്ത നിറത്തിലുള്ളതൊക്കെ കണ്ടു. ഒരു ചെടി അടിപൊളിയാട്ടോ. നല്ല പൂവാണ്. ഓറഞ്ചും അതുപോലെ തന്നെ പിങ്ക് കളറിലാണ്. ഈ 2 കളറേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. നല്ല അടിപൊളി പൂവായിരുന്നു കേട്ടോ. അത് വാങ്ങണമെന്നുണ്ടായിരുന്നു. ഒരു 150 രൂപയാണ് പറഞ്ഞത്. പക്ഷെ നമ്മളത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ എത്തുമ്പോഴത്തേക്ക് അതിൻ്റെ പണി തീരും. അതുകൊണ്ട് അത് വാങ്ങിച്ചില്ല.